ഹലോ ഗൈസ്, മെയിൻ്റെനൻസിന് ശേഷം നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുകയാണ്. നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് മെയിൻ അക്കൗണ്ട് നമ്മളൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ഗൈസ് അടിച്ചിടുക. ഗൈസ് കറങ്ങി വരുന്നില്ല. ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡായിരിക്കും. ഡൗൺലോഡായി. ഗൈസ് ഇങ്ങനൊരു ഇതാണ് കാണിക്കുന്നത്. സുബൂസൻ്റെ ഇത് എടുക്കുന്നുണ്ട്. ചാമ്പ്യൻഷിപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ റൗണ്ട് എടുക്കുന്നുണ്ട്. ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ ഇവൻ്റ് വന്നിരിക്കുന്നത്. നോക്കാം. പെനാൽറ്റി പിന്നെ നോക്കാം. സോ ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് കോൺട്രാക്റ്റിലോട്ട് പോവാം. ഇവിടെ വന്നിട്ടുള്ള ഗൈസ് ഇത് നമ്മളെ ഡിയാഗോ ഫോർലാൻ, എറിക് കൻറ്റോണ, നമ്മളെ പ്ലാറ്റിനി എല്ലാവരും പിന്നെ ഒരു അടിപൊളി പാക്കാണ്. ഈ 20 ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. 21 ദിവസം നമുക്ക് ടൈമുണ്ട്. 20 ദിവസം 11 മണിക്കൂറും. ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ 6 ദിവസമുള്ള പാക്ക് ഉണ്ട്. മാക്സിമം എനിക്ക് ആനിമയൊന്നും വലിയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇതെടുക്കാം. അല്ലാത്തവർക്ക് ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യൽ സ്വാഭാവികമായിട്ട് ഈ പാക്കാണ്. ഈ പാക്ക് 21 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ഈ പാക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യൽ. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ ഒരു വേൾഡ് വൈഡിൽ വന്നിട്ടുള്ളത് ഗൈസ് എംബാപ്പെ, കിലിയൻ എംബാപ്പെ വന്നിട്ടുണ്ട്. ടൊണോളി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ ആഴ്സണലിലെ ലെഫ്റ്റ് ബാക്ക്. പിന്നെ ഗൈസ് ഇതാ നമ്മളെ കിമ്മിച്ച് വന്നിട്ടുണ്ട്. ലൗതാറോ മാർട്ടിനസ്, എഡർസൺ, ഫെർമിൻ ലോപ്പസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സോ ഗൈസ് പിന്നെ നെക്സ്റ്റ് നോക്കുന്നത് ഒരു നമ്മളെ ചാമ്പ്യൻസ് ലീഗിൻ്റെ UCLൻ്റെ ഒരു പാക്കാണ്. UCLല്ല, യൂറോപ്യൻ ക്ലബ്സിൻ്റെ പാക്ക്. സോ ഇതിൽ വന്നിട്ടുള്ള വിനീഷ്യസ് വന്നിട്ടുണ്ട്. വിനീഷ്യസ് ആൻഡ് പിന്നെ ഒഡേഗാർഡ് ബോക്സ് ടു ബോക്സ് ആണ് ഗൈസ്. ഒഡേഗാർഡ് സാറിന് വരുന്നില്ല. ഒഡേഗാർഡ് ബോക്സ് ടു ബോക്സ് ആണ്. പിന്നെ ബാർക്കോള വന്നിട്ടുണ്ട്. ബാർക്കോള വിങ്ങറാണ്. പിന്നെ അൽവാറസ് ഗോൾ പോച്ചർ, നോ ഡൗട്ട്. അഫെലിയോ വിങ്ങറായിട്ടുള്ള അഫെലിയോൻ്റെ അടിപൊളി കാർഡായിരിക്കും എന്നാണ് തോന്നുന്നത് ഗൈസ്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായിരുന്നാണ്. ഒരുപാട് കാലത്തിന് ശേഷം ബസ്റ്റോണിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ബസ്റ്റോണി പണ്ടൊക്കെ നമ്മൾ 2024 ബസ്റ്റോണിൻ്റെ ഒരുപാട് കാർഡൊക്കെ വെറുതെ കൊടുത്തിരുന്നു. അടിപൊളി കാർഡായിരുന്നു. ബസ്റ്റോണി വന്നിട്ടുണ്ട്. എല്ലിയോട്ട്, ലിവർപൂളിൻ്റെ വജ്രായുധമായിട്ടുള്ള എല്ലിയോട്ട് വന്നിട്ടുണ്ട്. വജ്രായുധം ഒന്ന് ഡയമണ്ട് എല്ലിയോട്ട്. ആൻഡ് നെക്സ്റ്റ് എറിക് ഗാർസിയ നമ്മളെ ബാർസലോണിൻ്റെ എറിക് ഗാർസിയ വന്നിട്ടുണ്ട്. ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്, അറ്റാക്ക് ചെയ്യൂല ഗൈസ്. ഡിഫെൻസീവ് ഫുൾ ബാക്കാണ് എറിക് ഗാർസിയ. നമ്മളെ CB ഒക്കെ ആയിട്ട് കളിപ്പിക്കാവുന്നതാണ്. ആൻഡ് ഗൈസ് പിന്നെ വന്നിട്ടുള്ള കീപ്പറായിട്ട് ജസ്റ്റിൻ ബിച്ച്ലോ, അറിയില്ല ഗൈസ്. പിന്നെ നെക്സ്റ്റ് ഇയാൾ വന്നിട്ടുണ്ട്. ഇയാൾ അടിപൊളി കളിയാണ്. നെക്സ്റ്റ് ഇദ്ദേഹം വന്നിട്ടുണ്ട്. സോ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ കോൺട്രാക്റ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സോ ഗൈസ് ഇവിടെ നമുക്ക് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റും. 3 വ്യക്തി നെയ്മറിനെ കിട്ടിയിട്ടുണ്ട്. നെയ്മറിനെ കിട്ടിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്ക്ക് വരികയാണെങ്കിൽ ഇതാണ് ഒബ്ജക്റ്റീവിൽ പുതിയതായിട്ട് വന്ന് 100 കോയിൻ വരുന്നുണ്ട്. ഒരു ജേഴ്സി, പിന്നെ കുറച്ച് ഇത് വരുന്നുണ്ട്, ബാഡ്ജ്, കുറച്ച് ലോഗോ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ 3 വേൾഡ്
വേൾഡ് വൈഡ് ഫിറ്റ് മറ്റേ സാധനം നമ്മളെ പാക്ക് കണ്ടില്ല, ആ പാക്ക് സ്പിൻ ചെയ്യാനുള്ള സാധനം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഉണ്ട്, ഇതൊക്കെയാണ് ഗൈസ് ഉള്ളത്. പിന്നെ ഉള്ളത് ആദ്യം തന്നെ ഒന്നാണ്. പിന്നെ നോക്കുമ്പോൾ പുതിയതായിട്ട് തന്നെ ഇതാ ഗാലറി, പണ്ടതായി തന്നെ ഗാലറി വന്നിട്ടുണ്ട്. സോ ഗൈസ് ഇതൊക്കെയാണ് മിഷനിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടൂർണമെൻറ്റിൻ്റെ ഇവിടെ നോക്കുമ്പോൾ ചാമ്പ്യൻഷിപ്പ് നമ്മളെ ക്വാളിഫയർ റൗണ്ടുകൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു 100 കോയിൻ കിട്ടാണ്ട് കാണിച്ചു തരാം. ഓപ്പണാക്കി പോകാം. ഒരു 100 കോയിൻ കിട്ടാണ്ട് ഫസ്റ്റ് റൗണ്ടിൽ 100 കോയിൻ കിട്ടാണ്ട്. സെക്കൻഡ് റൗണ്ടിൽ റിവാർഡൊന്നുമില്ല, റാങ്കിങ് ആണ്. പിന്നെ PvP വന്നിട്ടുണ്ട്. PvPയിൽ ഇത് നമ്മളൊരു ഗോൾഡൻ ഗോൾ വന്നിട്ടുണ്ട്. ഇത് റിവാർഡായിട്ട് ട്രെയിനിങ് ആണ് കിട്ടുന്നത്. ട്രെയിനിങ് റിവാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അൺലിമിറ്റഡിൽ റിവാർഡായിട്ട് 50 കോയിൻ വരുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഇതിലൊരു 100 കോയിൻ വരുന്നുണ്ട്. ഒരു 6000 പോയിൻ്റ് ആണെന്നാണ് തോന്നുന്നത്. 6000 പോയിൻ്റ് 6000 പോയിൻ്റ് ആയാൽ കിട്ടുന്നതാണ്, 100 കോയിൻ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ക്യാപ്റ്റൻ സൂപ്പർ സെൻ്റർ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളെ സാധാരണ ഉള്ള പോലെ തന്നെ കുറച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഇതാ UCL യൂറോപ്യൻ പ്ലേയേഴ്സിൻ്റെ പാക്കിൽ കറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ കറക്കാനുള്ള ചാൻസ്. ഇതാണ് വേൾഡ് വൈഡ്. ഇത്രയൊക്കെയാണ് പുതിയ ഇതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് പുതുതായിട്ട് വലിയ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളാ മറ്റേ ഇവൻറ്റ് പോയി എന്നാണ് തോന്നുന്നത്. നമ്മളാ മറ്റേ 3s നമ്മൾ 3 പ്ലേയേഴ്സിനെ വെച്ചൊരു കീപ്പറും വെച്ചൊരു ഫോർസ് മാതിരി കളിച്ച കളി അത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെനാൽറ്റി അടിച്ച് വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ ഒരു പാക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു. ഞാൻ വേറെ ഒരു മെയിൻ അക്കൗണ്ടിൽ ഒരു വീഡിയോ എടുത്തിട്ട് സൈൻ ചെയ്ത് വിടാവുന്നതാണ്. ഇങ്ങനെ സൈൻ ചെയ്യണം നല്ലതെന്ന്. സോ ഗൈസ് ഇവിടെ പെനാൽറ്റിയിൽ ഇവരെ ഒന്നുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പെനാൽറ്റി പുറത്ത് സേവ് ചെയ്ത് കളയില്ല. അപ്പോൾ ഒരുപാട് പെനാൽറ്റി നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് സേവ് ചെയ്യുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഡ്രോപ്പ്നെ സ്പിൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ലൈവായിട്ട് ഇതിൽ സ്പിൻ ചെയ്യാം. ഇതിൽ പോയിട്ട് കോൺട്രാക്റ്റ് പോയിട്ട് വന്നിട്ടാണ് ഡ്രോപ്പ സ്പിൻ ചെയ്യാം. സൗണ്ടൊക്കെ കുറച്ച് എപ്പിക്കൊന്നും അടിക്കില്ല. ഗൈസ് എല്ലാ ഇപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് തന്നിട്ടില്ല. ആരാന്നും കൂടി അറിയില്ല. ഏതൊരു ചെങ്ങൈനെ തന്നെ പിന്നെ ആളുണ്ടാകുന്ന അയാൾക്കും കൂടി അറിയില്ല. ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. നൈസാണ് ഗൈസ്. ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.